എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ Barefoot സാൻഡൽസ് ആണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് കുഞ്ഞു വാവുകളുടെ കാലൊക്കെ എടുക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. നമ്മൾ നടന്ന് തുടങ്ങുന്ന പ്രായം വരെയാണ് കേട്ടോ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു സാറ്റിൻ്റെ തുണിയാണ് കേട്ടോ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇലാസ്റ്റിക് വേണം. ഇലാസ്റ്റിക് നമ്മൾ കുഞ്ഞുങ്ങളുടെ കാലിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ നോക്കുക കേട്ടോ നമുക്ക് എത്ര വേണം എന്നുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത്. പിന്നെ നമുക്ക് സിസേഴ്സും നീഡിലും ത്രെഡും വേണം. അപ്പോൾ ഇതുപോലെ നമ്മൾ കാലിൻ്റെ അവിടെ പിടിച്ച് നോക്കുക നമുക്ക് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത്. ഇതുപോലെ പിടിക്കുക കേട്ടോ. നമ്മൾ ഒട്ടും തന്നെ കൂട്ടി എടുക്കണ്ട, ഇലാസ്റ്റിക് ആയതുകൊണ്ട് അത് ഇങ്ങനെ നമുക്ക് അഴഞ്ഞ് കിട്ടും. അപ്പോൾ കറക്റ്റ് നമ്മൾ എത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് തന്നെ എടുക്കുക കേട്ടോ. ഒട്ടും തന്നെ കൂട്ടി എടുക്കണ്ട. കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ലൂസായിട്ട് നിൽക്കും അത് കാലിൽ. ഇനി നമുക്ക് ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ വലുപ്പം എത്ര വേണമെന്നനുസരിച്ച് നിങ്ങൾക്ക് അതുപോലെ നോക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 5 പെറ്റൽസ് ആയിട്ട് നമുക്ക് വേണം. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വരുന്നത് 8 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. നമുക്കിങ്ങനെ മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ 5 എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ സൈഡ് ഒന്ന് നമ്മൾ ഉരുക്കി കൊടുക്കുക കേട്ടോ. നൂല് വലിഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാറ്റിൻ്റെ തുണി ആയതുകൊണ്ട് പെട്ടെന്ന് നൂല് ഇങ്ങനെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ പെറ്റൽസും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. വളരെ സൂക്ഷിച്ച് ചെയ്യാം കേട്ടോ. തുണി കറുത്ത കളറ് നമ്മൾ കാണാതെ ചെയ്യാൻ നോക്കുക. ഇനി നമ്മൾ ഇതുപോലെ ഒരു പെറ്റൽ എടുത്തിട്ട് നടുവെ മടക്കുക. അതുപോലെ തന്നെ അടുത്ത പെറ്റലും എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ 2 മടക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നീഡിലും ത്രെഡും എടുത്തിട്ട് തുന്നി കൊടുക്കുകയാണ് കേട്ടോ. സാധാരണ എന്താ പറയുക റണ്ണിങ് സ്റ്റിച്ചില്ലേ, അത് നമ്മൾ ഇതിൻ്റെ മടക്ക് വശമില്ലേ, മടക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ ഇതുപോലെ തുന്നി എടുക്കുകയാണ് ചെയ്യണത് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട്. അത് ഒരു പകുതി വരെ തുന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അതിൻ്റെ മേലെയിട്ട് നമ്മൾ അടുത്ത പെറ്റൽ വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു പകുതി ഭാഗം വരെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ പിന്നെയും തുന്നുക. അതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതുപോലെ തന്നെ പകുതി വരെ തുന്നിയിട്ട് നമ്മൾ അടുത്ത പെറ്റലിൽ വെക്കുകയാണ്. അടുത്ത പെറ്റലും ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കുക. അടുത്ത പെറ്റലും ഇതുപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് തുന്നിയെടുക്കുകയാണ് ചെയ്യണത്. അത് നമ്മൾ പകുതി വരെ തന്നെയാണ് തുന്നുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മളത് എന്താ പറയുക മടക്കാണ്. ഇതുപോലെ ചുറ്റിയിട്ട് നമ്മൾ തുന്നാണ് കേട്ടോ ചെയ്യണത്. ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ തുന്നിയെടുക്കുക. ചേർത്ത് തുന്നുക കേട്ടോ. എന്നിട്ട് നമ്മൾ ത്രെഡ് വലിച്ചു കൊടുക്കുക ചെയ്യണത്. നമ്മൾ ഈ തുന്നിയിട്ടുള്ള ത്രെഡ് പിടിച്ചിട്ട് നല്ലോണം വലിക്കുക. അപ്പോൾ നമുക്കൊരു ഫ്ലവർ ഷേപ്പിൽ അത് വരും. അപ്പോൾ നമ്മൾ ആദ്യം തുന്നിയിട്ടുള്ള ത്രെഡും കൂടി ഉണ്ടാവില്ലേ, അതും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് വലിക്കുക കേട്ടോ. പതുക്കെ വലിക്കുക.
അപ്പോൾ നല്ലോണം വലിക്കുക. അപ്പോൾ നമുക്കതൊരു ഫ്ലവർ ഷേപ്പിലായിട്ട് നമുക്കത് കിട്ടും. ഇത് കണ്ടോ, അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി എന്തെങ്കിലും മടക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ത്രെഡ് തമ്മിൽ നമ്മൾ വലിച്ചില്ലേ, അത് നമ്മൾ കൂട്ടി കെട്ടി കൊടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് വലിച്ചിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ എക്സ്ട്രാ ഉള്ള നൂല് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ പെറ്റൽസൊക്കെ ഒന്ന് നിവർത്തി കൊടുത്താൽ മതി. ഇനി ഞാനിതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ബീഡ്സോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോൺസോ അങ്ങനെ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ബീഡ്സാണ് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 2 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇലാസ്റ്റിക് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ പിടിക്കാൻ ഒരു 8 ഷേപ്പിൽ നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ഈ അറ്റം നമ്മൾ തുന്നിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഈ കാണുന്ന പോലെ നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ തുന്നിയെടുക്കുകയാണ് ചെയ്യണത്. രണ്ടും ചേർത്ത് പിടിച്ചിട്ട് എന്താ പറയുക, നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ എന്താ ഒരു 8 ഷേപ്പിൽ നമുക്ക് കിട്ടണം. ഇത് നല്ലോണം തുന്നിയെടുക്കുക കേട്ടോ. നല്ലോണം തുന്നിയെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വിട്ടുപോരും. അപ്പോൾ നല്ലോണം ഇത് തുന്നിയെടുക്കുക. ഇനി നമ്മളത് തുന്നിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിലായിട്ട് നമുക്ക് തുന്നണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ പിടിച്ചിട്ട് സെൻറ്ററിൽ പിടിച്ചിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുന്നിയെടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ അവിടെ ഫ്ലവർ വെച്ച് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. നിങ്ങൾ തുന്നിയെടുക്കാന്നുണ്ടെങ്കിൽ ഫ്ലവർ അതുപോലെ വെച്ചിട്ട് നമ്മൾ പതുക്കെ തുന്നിയെടുക്കണം. ഗ്ലൂ ഗൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഇത് മാത്രം തുന്നിയെടുക്കണുള്ളൂ. ഇനി നമുക്കിവിടെ ഗ്ലൂ ഗൺ വെച്ച് നമുക്ക് ഗമ്മ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പേപ്പർ ക്യാൻവാസ് ആണ് കട്ട് ചെയ്തിട്ടുള്ളത് ചെറുതായിട്ട്. നമുക്ക് ബാക്കിൽ വെച്ച് കൊടുക്കാനായിട്ടാണ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമൊന്നും ഉണ്ടാവേണ്ട വെച്ചിട്ട് ഇലാസ്റ്റിക് കൊള്ളുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ 2 ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.